നല്ല പതുപതൂന്നിരിക്കുന്ന ഈ ഒരു വെള്ളയപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കാനായിട്ടുണ്ടല്ലോ പച്ചരിയും വേണ്ട, ചോറും വേണ്ട, ഒരു സാധനം വേണ്ട. അപ്പോൾ നോക്കിയാലാ ആദ്യം തന്നെ നമുക്കുണ്ടല്ലോ ഒരു 1/4 കപ്പോളം വറുത്തരിപ്പൊടി, അതിനകത്തേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടില്ലാണ്ട് ആദ്യം ഒന്ന് അങ്ങോട്ട് കലക്കിയെടുക്കുക. അതിന് ശേഷം തീ കത്തിച്ചിട്ടേ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. കൈ എടുക്കാണ്ട് ഇളക്കി 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 ഇതാ ഈ ഒരു പാകത്തിൽ നന്നായിട്ടാണ് കുറുക്കിയെടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാർ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ല ഒരു 1/4 കപ്പ് വെള്ളവും 1 കപ്പ് വറുത്ത അരിപ്പൊടിയും പിന്നെ നമ്മൾ ആ കുറുക്കി വെച്ചിരിക്കുന്ന ഒരു നേര് ചൂടുണ്ടാവും കേട്ടോ, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പും, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയോടെ ചേർത്തിട്ട് വേണം അടിക്കാനായിട്ട്. ഈ അടിക്കുന്ന സമയത്തെ ആ വെള്ളത്തിൻ്റെ കുറവ് നമുക്ക് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമ്മുടെ മാവുണ്ടല്ലോ ഒരു 1/2 മണിക്കൂർ തുടങ്ങി 3/4 മണിക്കൂർ വരെ വെക്കുമ്പോഴേക്കും നല്ല പതുപതുപതൂന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ അങ്ങോട്ട് പൊങ്ങി വരും. നമ്മളുടെ ആ ഒരു നാട്ടിലത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. എനിക്കൊരു 3/4 മണിക്കൂർ എടുത്ത് ഇതേപോലെ പൊങ്ങി വരാനായിട്ട്. നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഉപ്പൊക്കെ ഇട്ടേക്കണ കാരണം ഇനി വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ഇടൊന്നും വേണ്ട. നമ്മുടെ അപ്പച്ചട്ടി അങ്ങോട്ട് ചൂടാക്കി കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് 2 തവി മാവ് വെച്ചിട്ട് ജസ്റ്റ് തണ്ട് കറക്കി കൊടുക്കുക, അടച്ചു വെക്കുക. ദാ അപ്പം റെഡി ആയില്ലേ? എന്തൊരു സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് നോക്ക്. ആ ക്യാമറയിലേക്ക് അപ്പം കാണിച്ചതാണ്, അതേപോലെ താഴത്തോട്ട് അങ്ങോട്ട് ചാടിപ്പോയി. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല എളുപ്പത്തിലും നമുക്ക് അരിയും ചോറും ഒന്നും ഇല്ലാണ്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഇതിൻ്റെ അകത്ത് ആ ഒരു വെളിച്ചെണ്ണ ചേർക്കണോണ്ട് തന്നെ നല്ലൊരു തേങ്ങൻ്റെ ഒക്കെ ആ ഒരു മണം വരെയും ചെയ്യും. എനിക്ക് ഇന്നലെ ഞണ്ട് കറിയായിരുന്നു രാത്രി. അപ്പോൾ അതിൻ്റെ ആ ഒരു കയ്യും കാലും ഒക്കെ അതാണല്ലോ കൂടുതൽ ബാക്കി വരുന്നത്. അതിൻ്റെ ഗ്രേവിയും ഒക്കെ കൂടെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചങ്ങോട്ട് കഴിച്ച്